ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അപ്പോൾ എല്ലാവരും ആഘോഷിക്കായിരിക്കും അല്ലേ? വെക്കേഷൻ ഉണ്ട്, അതേപോലെ ക്രിസ്മസ് കഴിഞ്ഞു, ഇനി 2024 കഴിഞ്ഞ് 2025 പോവാണ് അല്ലേ? അപ്പോൾ ഈ ഒരു പുതുവർഷത്തിൽ നല്ലൊരു സഹകരണ ബാങ്ക് ജോലി നിങ്ങൾക്കൊക്കെ ലഭിക്കട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ അഡ്വാൻസ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ദെൻ നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന ടോപ്പിക്കും അതേപോലെ ഡിഫറെൻറ്റ് ടോപ്പിക്കാണ്. ഷെയർസിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാം, കാരണം നമുക്കൊക്കെ ഒരു എക്സ്റ്റേണൽ അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് മുഖാന്തരമല്ല, അത് ജോലിക്ക് പുറമേ നമുക്കൊരു ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഷെയർ ട്രേഡിംഗ് ഒക്കെ അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ഷെയർ മാർക്കറ്റിനെ പറ്റിയൊക്കെ നമുക്ക് അറിയണം. സോ അതിന് ബേസിക് സ്റ്റെപ്പ് എന്നോണം ഷെയറിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ എങ്ങോട്ടേക്ക് പോവാം? ക്ലാസ്സിലോട്ട് പോവാം. ഓക്കെ, ഷെയർ എന്താണ്? ഷെയർ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് തവണ ഷെയറിനെ പറ്റി കേൾക്കും അല്ലേ? ഷെയർ ഇടണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട് അല്ലേ? അത് മറ്റൊരു തരത്തിലുള്ളത്. ഇവിടെ വരുന്നത് കമ്പനിയുടെ ഓണർഷിപ്പിന്റെ ഒരു ഭാഗത്തെയാണ് നമ്മൾ ഷെയർ എന്ന് ഇവിടെ ഒരു കോൺസെപ്റ്റിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ മീനിങ്ങിലേക്ക് നമുക്ക് വെച്ച് നോക്കാം. എന്താണ് ഷെയർസ്? refers to the unit into which the total share capital of a company is divided. Thus a share is a fractional part of the share capital and forms the basic of ownership interest in a company. അതായത് നമുക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ ഒരു കമ്പനിയുടെ ഓണർഷിപ്പിന്റെ ഒരു പെർസെൻറ്റേജ് നമ്മളിലേക്ക് വരുന്നതിനാണ് നമ്മൾ ഷെയർ എന്ന് പറയാം. നമുക്കറിയാം, ഷെയറിനെ പറ്റി ചെറുതായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഷെയർ ഈസ് ദ ഷെയർ ഓഫ് ഷെയർ ക്യാപിറ്റൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെയാണ് ഒരു കമ്പനിയുടെ ഓണർഷിപ്പിന്റെ, അതാണ് ഇവിടെ പറഞ്ഞത്, ഒരു കമ്പനിയുടെ ഓണർഷിപ്പിന്റെ ഒരു പെർസെൻറ്റേജ് ആണ് നമുക്ക് എങ്ങോട്ടേക്ക് വരുന്നത്? നമ്മളിലേക്ക് വരുന്നത്. സോ അതിനാണ് നമ്മൾ അവിടെ ഷെയർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ദ പേഴ്സൺ ഹു കോൺട്രിബ്യൂട്ട് മണി ത്രൂ ഷെയർസ് ആർ കോൾഡ് ഷെയർ ഹോൾഡേഴ്സ്. അതായത് നമ്മൾ ഷെയർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വാങ്ങിയ നമ്മളെ വിളിക്കുന്ന പേരാണ് ഷെയർ ഹോൾഡർ എന്നത്. ഇപ്പൊ 2 പോയിന്റാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. എന്താണ് ഷെയർ എന്നാണ് ആദ്യത്തെ കാര്യം. ഷെയർ എന്ന് വെച്ചാൽ ഒരു കമ്പനിയുടെ ഓണർഷിപ്പിന്റെ ഒരു ഭാഗത്തെയാണ് നമ്മൾ ഷെയർ എന്ന് പറയുക. ആ ഷെയർ വാങ്ങിയ ആൾക്കാരെ നമ്മൾ പറയുന്ന പേരാണ് ഷെയർ ഹോൾഡർ എന്ന്. അതാണ് ആദ്യത്തെ പോയിന്റ്. ഇനി പലതരത്തിലുള്ള ഷെയറുകളുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് 2 ഷെയർ ആണ് പഠിക്കാനുള്ളത്, പ്രിഫറൻസ് ഷെയറും ഇക്വിറ്റി ഷെയറും. അപ്പൊ എന്താണ് പ്രിഫറൻസ് ഷെയർ, എന്താണ് ഇക്വിറ്റി ഷെയർ നമുക്ക് നോക്കണ്ടേ? നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ആദ്യം പഠിക്കാൻ പോകുന്നത് പ്രിഫറൻസ് ഷെയർ ആണ്. പ്രിഫറൻസ് ഷെയർ എന്താണ്? പ്രിഫറൻസ് ഷെയർ ആ പേര് തന്നെ ഉണ്ട് അല്ലെ? പ്രിഫറൻസ്, മുൻഗണന അല്ലെ? നമ്മൾ VIP എന്നൊക്കെ പറയാറില്ല അല്ലെ? VIP എന്താ? VIP എന്ന് വെച്ചാൽ വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ അല്ലെ? VIP ഉണ്ട്, അതേപോലെ VVIP എന്നൊക്കെ ഉണ്ട് അല്ലെ? വെരി വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ. സോ അതേപോലെ തന്നെ അവർക്ക് എല്ലാ സ്ഥലത്തും എന്തുണ്ടാവും? ഒരു പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടാവും അല്ലെ? VIPക്കൊക്കെ നമ്മളറിയാം, നമ്മൾ പല സ്ഥലത്ത് പോകുമ്പോൾ, ക്രിക്കറ്റ് കളി കാണാൻ പോകുമ്പോൾ, ഫുട്ബോൾ കളി കാണാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ മറിച്ച് ആരാധനാലയങ്ങളിൽ പോകുമ്പോൾ ഒക്കെ ഇത്തരത്തിലുള്ള VIP പേഴ്സൺ എന്ത് ചെയ്യും? ഒരു ചെറിയൊരു പ്രിഫറൻസ് കൊടുക്കും അല്ലെ? അതിനോട് കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവിടെ പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് ഒരു പ്രിഫറൻസ് ഉണ്ടാവും. ഇത്തരത്തിലുള്ള പ്രിഫറൻസ് ഷെയർ വാങ്ങിയിട്ടുള്ള ഹോൾഡേഴ്സിന് ഒരു ചെറിയ തരത്തിലുള്ള എന്തുണ്ടാവും? പ്രിഫറൻസ് അവിടെ ഉണ്ടാവും. ഏത് കാര്യത്തില്? അതിനാണ് നമ്മളിവിടെ ഡെഫിനിഷൻ നോക്കുന്നത്. നോക്കൂ, ഇവിടെ അക്കോർഡിംഗ് ടു സെക്ഷൻ 43 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013, 2013 കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 43 പ്രകാരമാണ് ഇവിടെ പ്രിഫറൻസ് ഷെയറിന് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡെഫിനിഷൻ ചെയ്യുന്നത്. നോക്കൂ എന്താന്നുള്ളത്. ദാറ്റ് ഈസ് ക്യാരിഡ് എ പ്രിഫറൻഷ്യൽ റൈറ്റ് to dividend to be paid either a fixed amount payable to preference shareholders or an amount calculated by a fixed rate of the nominal value of each shareholders and a dividend is paid to the equity shareholders. ഒന്നാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത്? അതായത് നമ്മളിവിടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ നമ്മളൊക്കെ ഷെയർ വാങ്ങുന്ന സമയത്ത് അവർക്ക് ഒരു പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ടാവും. എന്തിന്? അവർക്കിപ്പോൾ കമ്പനി ലാഭമായാലും നഷ്ടമായാലും അവർക്ക് എത്രയാണോ അവർ വാങ്ങിയ ഷെയറിന്റെ പെർസെൻറ്റേജ് അനുസരിച്ച് അവർക്ക് ഡിവിഡൻഡ് കൊടുക്കുക തന്നെ വേണം. അതിപ്പോൾ കമ്പനി ലാഭത്തിലാണെങ്കിൽ കുറച്ച് കൂടുതൽ കൊടുക്കാം, അല്ലെങ്കിൽ നഷ്ടത്തിലാകുമ്പോൾ കുറച്ച് കുറവ് കൊടുക്കാം, അങ്ങനെയില്ല. എത്രയാണോ അവരുടെ പെർസെൻറ്റേജ്, ആ പെർസെൻറ്റേജ് അവിടെ എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. ഫിക്സഡ് റേറ്റ് ആയിരിക്കും. ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് പ്രകാരമുള്ള റിട്ടേൺ അവർക്ക് ഇപ്പൊ നമ്മളെ കമ്പനി ലാഭമായാലും അല്ലെങ്കിൽ നഷ്ടമായാലും നമ്മൾ എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണം. സോ അത് കൂടാതെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവരുടേതായ റിട്ടേൺ കൊടുക്കുന്നതിന് മുന്നേ തന്നെ
പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കൊടുക്കണം? അവർക്ക് റിട്ടേൺ കൊടുത്തിരിക്കണം. സോ അവിടെയാണ് പ്രിഫറൻഷ്യൽ ആയിട്ടുള്ള റൈറ്റ് പറയുന്നത്, മുൻഗണന അവിടെ പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തെന്താണ്? That with respect to capital it carries on will carry on to winding up of the company the preferential right to the repayment of capital before anything is paid to equity shareholders. അടുത്തൊരു കാര്യം ഇവിടെ നമ്മൾ പറഞ്ഞു, എന്താണ് പറഞ്ഞത്? അതായത് റിട്ടേൺ കിട്ടുന്നതിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? റിട്ടേൺ കിട്ടുമ്പോൾ അതിനൊരു പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി അറ്റ് എ ടൈമിൽ തന്നെ കമ്പനി അവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഷെയർ ഹോൾഡേഴ്സിനൊക്കെ എന്ത് കൊടുക്കണം? അവരുടേതായിട്ടുള്ള എത്രയാണോ പെർസെൻറ്റേജ് ഷെയർ വാങ്ങിയത് അതിന് തത്തുല്യമായ എമൗണ്ടുകളോ അല്ലെങ്കിൽ അസറ്റുകളോ അവിടെ കൊടുക്കണം അല്ലേ? അതിനും ഇവിടെ എന്ത് കൊടുക്കുന്നുണ്ട്? ഒരു പ്രിഫറൻഷ്യൽ റൈറ്റ് അല്ലെങ്കിൽ ഒരു മുൻഗണന ആർക്ക് അവിടെ കൊടുക്കുന്നുണ്ട്? അവിടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നുണ്ട്. സോ അവർക്ക് എപ്പോഴും, അതായത് കമ്പനിയുടെ റിട്ടേൺ കിട്ടുന്ന സമയത്തും അല്ലെങ്കിൽ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ മറ്റ് ഷെയർ ഹോൾഡേഴ്സിന് ഉപരിയായിട്ട് ഒരു പ്രിഫറൻഷ്യൽ റൈറ്റ് അല്ലെങ്കിൽ ഒരു മുൻഗണന അവർക്ക് കൊടുക്കുന്നുണ്ട്. സോ അത്തരത്തിലുള്ള ഷെയർ ഹോൾഡേഴ്സിനെയാണ് പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ പറയാം. ഓക്കെ, അടുത്തൊരു ടേം ആണ് ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർ അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് നമുക്ക് പറയാൻ പറ്റും. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് പറയാൻ പറ്റും. ഇതെന്താ പറയുന്നത്? അതും കമ്പനീസ് ആക്ട് പ്രകാരമാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 43 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013, 2013 കമ്പനീസ് ആക്ടിന്റെ സെക്ഷൻ 43 പ്രകാരമാണ് പറയുന്നത്. ഇവിടെ എന്തില്ല? സിമ്പിൾ ആണ്. ഇക്വിറ്റി ഷെയർ ഈസ് എ ഷെയർ വിച്ച് ഈസ് നോട്ട് എ പ്രിഫറൻഷ്യൽ ഷെയർ. അവർക്ക് എന്തില്ല? അവർക്ക് നോട്ട് എൻജോയ് എനി പ്രിഫറൻഷ്യൽ റൈറ്റ് ഇൻ ദി പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ഓർ റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ. അവിടെ ഡിവിഡൻഡ് പേയ്മെന്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് സമയത്ത് റീപേയ്മെന്റ് ചെയ്യുന്ന സമയത്തോ അവിടെ ഒരു പ്രിഫറൻഷ്യൽ റൈറ്റോ മുൻഗണനയോ ഇല്ലാത്തവരുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഷെയർ ഹോൾഡേഴ്സിനെയാണ് നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഷെയർസിനെയാണ് നമ്മൾ ഇക്വിറ്റി ഷെയർസ് നമ്മൾ പറയാം. ഇപ്പൊ 2 പോയിന്റ് നമ്മൾ പഠിച്ചു. പ്രിഫറൻസ് ഷെയർസിനെ പറ്റി പഠിച്ചു, ഇക്വിറ്റി ഷെയർസിനെ പഠിച്ചു. ഓക്കെ, അടുത്തൊരു കാര്യമാണ് നമ്മൾ ഷെയർസിനെ പറ്റി പഠിച്ചു. ഇനി എങ്ങനെയാണ് ഷെയർസ് ഇഷ്യൂ ചെയ്യുക നമ്മൾ നോക്കണ്ടേ? എങ്ങനെയാണ് ഒരു കമ്പനി ഷെയർസ് ഇഷ്യൂ ചെയ്യുക? പ്രധാനമായ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇതിന്റെ അകത്ത് ഒരുപാട് പോയിന്റുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ബേസിക് ആയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അന്നേരം എങ്ങനെയാണ് ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. ഓക്കെ, ആദ്യത്തെ പോയിന്റ് ആണ് ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടേഴ്സ്. എന്താ പോയിന്റ് പറയുന്നത്? നോക്കൂ, ദ കമ്പനി ഫസ്റ്റ് ഇഷ്യൂ ദ പ്രോസ്പെക്ടസ് ടു ദി പബ്ലിക്. പ്രോസ്പെക്ടസ് ഈസ് ആൻ ഇൻവിറ്റേഷൻ ടു ദി പബ്ലിക് that a new company has come in to existence and it needs fund for doing business. It contains complete information about the company and the manner in which the money is to be collected from the prospective investors. It contains complete information about the company and the manners in which the money is to be collected from the പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ്. എന്താ അവിടെ പറയുന്നത്? ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് അവിടെ പ്രോസ്പെക്ടേഴ്സ് ഇറക്കുക എന്നുള്ള കാര്യം അല്ലെ? അതായത് പബ്ലിക്കിൽ ഇടയ്ക്ക് നമ്മളൊരു കമ്പനി ഉണ്ട് എന്നോ അല്ലെങ്കിൽ നമ്മളെ കമ്പനി അവിടെ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ലായിരിക്കും അല്ലെ? അപ്പോൾ അത് അവരെ ആദ്യം അറിയിക്കുക അല്ലെ? കമ്പനിയെ ആദ്യം അറിയിക്കുക എന്നൊരു കോൺസെപ്റ്റ് ആണ് ആദ്യം വേണ്ടത്. അതാണ് ഇവിടെ പോയിന്റ് പ്രത്യേകമായിട്ട് പറഞ്ഞത്. പ്രോസ്പെക്ടസ് ആൻഡ് ഇൻവിറ്റേഷൻ, അതൊരു ക്ഷണക്കത്താണ് അല്ലെ, ക്ഷണപത്രികയാണ്, ഇൻവിറ്റേഷൻ ആണ് ടു ദ പബ്ലിക് ദാറ്റ് എ ന്യൂ കമ്പനി ഹാസ് കം ഇൻ ടു എക്സിസ്റ്റൻസ് ആൻഡ് ഇറ്റ് നീഡ്സ് ടു ഫണ്ട് ഫോർ ഡൂയിങ് ബിസിനസ്. അതായത് ഒരു പുതിയ കമ്പനി വന്നിട്ടുണ്ട്, നിലവിൽ വന്നിട്ടുണ്ടെന്നും അവർക്ക് ബിസിനസ് ചെയ്യാൻ ആവശ്യമായ ഫണ്ട് ആവശ്യമാണെന്നും അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതെന്നും കണക്കാക്കിക്കൊണ്ട് ഒരു ഇൻവിറ്റേഷൻ ആദ്യമായിട്ട് എവിടെ ഇറക്കണം? പബ്ലിക്കിലോട്ട് ഇറക്കണം. ആദ്യം ഇറക്കണം ഒരു ഇൻവിറ്റേഷൻ പബ്ലിക്കിലോട്ട് ആദ്യമായിട്ട് ഇറക്കണം അല്ലെ? ആ ഒരു ഇൻവിറ്റേഷൻ ആദ്യമായിട്ട് ഇറക്കുകയാണ് ആദ്യത്തെ പോയിന്റ്, ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ്. ദെൻ നെക്സ്റ്റ് തിങ് എന്താ? റെസിപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻസ്. നമുക്കറിയാം പ്രോസ്പെക്ടസ് നമ്മൾ ഇറക്കി, ഒരു ക്ഷണപത്രിക ഇറക്കി. അപ്പൊ ആൾക്കാരൊക്കെ കണ്ടു. ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതിനെപ്പറ്റി അന്വേഷിക്കും അല്ലെ? ഇത്തരത്തിലുള്ള കമ്പനി വന്നിട്ടുണ്ട്, അത് ഏത് കമ്പനി, ഏത് ബിസിനസ് ആണ് ചെയ്യുന്നത്, അതിന്റെ ഓണർ ആരാണ്, അതിന്റെ മറ്റു കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഹെഡ് ഓഫീസ് ഉണ്ടെങ്കിൽ അത് എവിടെയാണ്, എത്ര കാലമായി നിലനിന്ന കമ്പനിയാണോ, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവും അല്ലെ? അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ആൾക്കാർ അന്വേഷിക്കും. അന്വേഷിച്ച് കഴിഞ്ഞിട്ടാണ് അവിടെ എന്ത് ചെയ്യുക? ആപ്ലിക്കേഷൻ കൊടുക്കുക. നോക്കൂ, when prospectus is issued to the public, prospective investors
intending to subscribe the share capital of the company would make an application along with the application money and deposit the same with a scheduled bank as specified in the prospectus. എന്ത് ചെയ്യുന്നുണ്ട്? അതായത് പബ്ലിക്കിലോട്ട് നമ്മൾ പ്രോസ്പെക്ടസ് ഇറക്കി കഴിഞ്ഞാൽ അവിടെ നിന്നും ആൾക്കാർ, അതായത് ഇൻവെസ്റ്റേഴ്സ്, അതാണ് ഇവിടെ പറഞ്ഞത്, നമ്മൾ ആവശ്യമായ ഇൻവെസ്റ്റേഴ്സ് ആ കമ്പനിയെ പറ്റി ആലോചിക്കുകയും കൂടാതെ അതിന് നമ്മൾ ടോക്കൺ എന്ന രീതിയിൽ, നമുക്ക് പറയാമല്ലോ ടോക്കൺ എന്ന രീതിയിൽ ഒരു ആപ്ലിക്കേഷൻ അവിടെ കൊടുക്കും. ഓക്കെ, ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് വെറും ആപ്ലിക്കേഷൻ കൊടുത്താൽ പോരാ, അതിന് കറക്റ്റ് ആയിട്ടൊരു മണി ഉണ്ടാവും, ആപ്ലിക്കേഷൻ മണി. അത്തരത്തിൽ ആപ്ലിക്കേഷൻ മണി ആ പ്രോസ്പെക്ടേഴ്സിൽ പറഞ്ഞിരിക്കുന്ന ആ ഷെഡ്യൂൾഡ് ബാങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് കൂടെ ചെയ്യണം. അതാണ് ആദ്യത്തെ പോയിന്റ്. ദെൻ അത് കഴിഞ്ഞാലോ, the company has to get a minimum subscription within 120 days from the date of the issue of the prospectus. If the company fails to receive the same within the said period, the company cannot proceed for the allotment of shares and application money should be returned within 130 days of the date of issue of prospectus. അഥവാ നമ്മളെ കമ്പനി അവിടെ എന്ത് ചെയ്തു? പുതുതായിട്ട് ആപ്ലിക്കേഷൻ വിളിച്ചു. അപ്പോൾ ആപ്ലിക്കേഷൻ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ മിനിമം സബ്സ്ക്രിപ്ഷൻ വേണ്ടത്, ആ സബ്സ്ക്രിപ്ഷൻ നമുക്ക് 120 ഡേയ്സിനുള്ളിൽ, അതായത് അവിടെ പ്രോസ്പെക്ടേഴ്സ് ഇറക്കിയതിന് മുതലുള്ള 120 ഡേയ്സിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ലഭിച്ചിരിക്കണം മിനിമം സബ്സ്ക്രിപ്ഷൻ. അഥവാ അങ്ങനെ ലഭിച്ചില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അടുത്ത പ്രൊസീജിയർ, അതായത് നമ്മൾ ആപ്ലിക്കേഷൻ വിളിച്ചു കഴിഞ്ഞാൽ അലോട്ട്മെന്റ് ഉണ്ട് അല്ലെ, അത്തരത്തിൽ ആ അലോട്ട്മെന്റിലേക്ക് പോകാൻ പറ്റില്ല. അല്ലാത്ത പക്ഷം അതിൽ നിന്നും 130 ഡേയ്ക്ക്, അതായത് ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടേഴ്സ് ഇറക്കി മുതലുള്ള 130 ഡേയ്ക്ക് ഉള്ളിൽ തന്നെ ആ ആപ്ലിക്കേഷൻ മണി എന്ത് ചെയ്യണം? റിട്ടേൺ കൂടെ ചെയ്യണം. ഓക്കെ, അതാണ് ആ പോയിന്റ് വ്യക്തമാക്കുന്നത്. അതാണ് റിസീപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് തിങ് നോക്കാം. ദെൻ അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് അടുത്താണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ നമ്മൾ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു പ്രോസ്പെക്ടേഴ്സ്, അതിനനുസരിച്ചുള്ള ഇൻവെസ്റ്റേഴ്സ് വന്നു കഴിഞ്ഞു, അവര് ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞു, നമുക്ക് മിനിമം സബ്സ്ക്രിപ്ഷൻ ആയി കഴിഞ്ഞു. അതായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെയ്യേണ്ടതാണ് ആ ഷെയർ അലോട്ട് ചെയ്യുക എന്നുള്ള പ്രോസസ്സ്. ഓക്കെ, നോക്കൂ ഇവിടെ, ഇഫ് മിനിമം സബ്സ്ക്രിപ്ഷൻ ഹാസ് ബീൻ റിസീവ്ഡ്, the company may proceed for the allotment of shares after fulfilling certain other legal formalities. അവിടെ നമ്മൾ ഷെയർ എന്ന് വെച്ചാൽ നമുക്കറിയാം അവിടെ എന്താ ശരിക്കും പറഞ്ഞാൽ പൈസയുടെ കാര്യമാണ് അല്ലേ. അവിടെ ഷെയറിന് വില ഉണ്ട്. നമ്മൾ ലോട്ടറി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ലോട്ടറി ടിക്കറ്റിന് വില ഉണ്ടല്ലോ, അതേപോലെ തന്നെയാണ് ഷെയറും. അപ്പൊ എന്തുണ്ട്? നല്ല വിധത്തിലുള്ള ലീഗൽ ഫോർമാലിറ്റീസ് അവിടെ ഉണ്ട്. സോ അവിടെ നമ്മൾ മിനിമം സബ്സ്ക്രിപ്ഷൻസ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട കാര്യമാണ് അലോട്ട്മെന്റ്. അതിന് എന്തുണ്ട്? അതിന് ഒരുപാട് അല്ലെങ്കിൽ കുറച്ചധികം ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്. ഓക്കെ, അത്തരത്തിലുള്ള ലീഗൽ ഫോർമാലിറ്റിയിലൂടെ കടന്നുപോയ ശേഷം അവിടെ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നു, ആ ഷെയറുകൾ അലോട്ട്മെന്റ് ചെയ്യുന്നു. അപ്പൊ അലോട്ട്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ ഇതെന്താ പറയുന്നത്? when allotment is made, it result in a valid contract between the company and the applicant who now become a shareholder of the company. അതായത് ലീഗൽ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞ് നമ്മളെ കയ്യിൽ ആ ഷെയറിന്റെ ആ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഷെയറിന്റെ പത്രിക, ആ പേപ്പർ ഇഷ്യൂ ചെയ്ത് നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആരാണ്? വാലിഡ് ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് വെക്കുന്നു. ആരുമായിട്ട്? നമ്മളെ കമ്പനിയും അത് വാങ്ങിയ ഷെയർ ഹോൾഡേഴ്സുമായിട്ട്. നമ്മളെ കമ്പനിയും അത് വാങ്ങിയ ഷെയർ ഹോൾഡേഴ്സുമായിട്ട് ഒരു വാലിഡ് കോൺട്രാക്ട്. ഇത് ഇമ്പോർട്ടന്റ് കാര്യമാണ്. കോൺട്രാക്റ്റുകൾ വാലിഡും ഇൻവാലിഡും എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആളുണ്ട്, വോയിഡ് കോൺട്രാക്ട് എന്നൊക്കെ നമ്മൾ പറയും. സോ ഇവിടെ വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്ട് അവിടെ വെക്കുന്നു. അങ്ങനെയാണ് അവിടെ അലോട്ട്മെന്റ് ഓഫ് ഷെയറിൽ അവിടെ നടക്കുന്ന കാര്യം. ഓക്കെ, അപ്പൊ ഇതിനിടയ്ക്ക് പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, പക്ഷെ പ്രധാനമായിട്ടും ഈ ഒരു പോയിന്റുകളാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മൾ 3 കാര്യങ്ങളാണ് പഠിച്ചത്: ഇഷ്യൂ ഓഫ് ഷെയർ, ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റ് അല്ലെ. ഇത് 3 പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്ക് പറയാനുള്ളത്. നമുക്കറിയാം ഇവിടെ CCയില് കോപ്പറേറ്റീവ് ബാങ്കിനുള്ള ഒരു ന്യൂ ഇയർ ഓഫർ ഇവിടെ പറയുന്നുണ്ട് അല്ലെ. പുതിയ ഇയർ വരാനായി അല്ലെ. അപ്പൊ പുതിയ ഇയർ വരാനായപ്പോ തന്നെ അവിടെ നിങ്ങൾക്കറിയാം CCയില് 2024 കഴിയാറായി. അപ്പൊ ഈ 2024 കഴിയാറായ കാലഘട്ടത്തിൽ ഒരു ഇയർ എൻഡ് ഓഫർ വന്നിട്ടുണ്ട്. നമുക്ക് പ്രധാനമായുള്ള സഹകരണ മേഖലയിലെ എക്സാം ആയ CSCB അതേപോലെ കേരാഫെഡ് എക്സാം ഒക്കെ നമ്മളെ വിരൽ തുമ്പിൽ വന്ന് നിൽക്കുകയാണ് അല്ലെ. അപ്പൊ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും നിങ്ങളൊക്കെ. സോ അത്തരത്തിൽ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇയർ എൻഡ് ഓഫർ ഉണ്ടായിരുന്നത്. 2025 നമുക്ക് എന്തായാലും ഇവിടെ ഒരു സഹകരണ ബാങ്ക്
മേഖലയിൽ ഒരു ജോലി നേടിയെടുക്കണം എന്നല്ല വിശ്വസിക്കുന്ന ആൾക്കാരാണ് നിങ്ങളൊക്കെ അല്ലേ? അപ്പൊ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് CSEB-യുടെ 3 month ബാച്ചും അതേപോലെ CSEB-യുടെ 6 month ബാച്ചും ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ CSEB-യുടെയും കെയറാഫെഡിന്റെയും കൂടെ ബാച്ച് ഒരുമിച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു ചെറിയ എമൗണ്ടിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ്. അപ്പോൾ ഈ ഡീറ്റെയിൽസിന് അറിയാൻ വേണ്ടിയിട്ടും ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് കാര്യങ്ങൾ എന്ന് പറയാനുള്ളത്. അപ്പൊ ഷെയറിന്റെ അടുത്ത വശങ്ങൾ ഇത് മാത്രമല്ല, ഒരുപാട് കാൽക്കുലേഷൻസ് ഉണ്ട്, ജേണൽ എൻട്രീസ് ഉണ്ട് ഇല്ലേ? അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ പോയിന്റുമായിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം. അതുവരെ ഇപ്പോ ബൈ.